കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം, വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. യേശു പ്രാണൻ വച്ചതിനാൽ സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഒഴുകിയെരിഞ്ഞലിയാൻ. കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം, വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് വായിക്കാം. അമ്മായിയമ്മ അവളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെരുക്കിയത്?
എവിടെയായിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു. നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വേലക്കാരോട് ആദരവ് കാണിക്കുന്നവനാണ് ദൈവം. യേശുക്രിസ്തുവിൻ്റെ വയലിൽ വേല ചെയ്യുന്നവരോട് ആദരവ് കാണിക്കുന്നവനാണ് ക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ വയലിൽ വേല ചെയ്യുന്നവരോട് ബഹുമാനമുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. അവരെ താങ്ങുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ബോവസ് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. രൂത്ത് സഭയുടെ പ്രതീകവുമാണ്. ബോവസ് യേശുക്രിസ്തുവിൻ്റെ പ്രതീകം, രൂത്ത് സഭയുടെ പ്രതീകം. നാം ഓരോരുത്തരും പുറജാതി സമൂഹത്തിൽപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും അന്യദേശക്കാരാണ്. നാം ഓരോരുത്തരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരാണ്. നാം ഓരോരുത്തരും വാഗ്ദത്തത്തിൻ്റെ നിയമത്തിന് അന്യരാണ്. നാം ഓരോരുത്തരും ദൈവമില്ലാത്തവരാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ആരായിരുന്നു? മുമ്പേ നിങ്ങൾ എന്തായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നിരുന്നവരായിരുന്നു. അന്ന് നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു. നിങ്ങൾ ഭൂമിയിൽ ദൈവമില്ലാത്തവരായിരുന്നെന്ന് ഓർത്തുകൊള്ളുവീനെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് ആ ഭാഗം വായിക്കാം. 2-ാം അധ്യായം 2-ാം ഖണ്ഡിക. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. മുമ്പേ നിങ്ങൾ സ്വഭാവത്താൽ ജാതികളായിരുന്നു, പ്രജാതികളെ പോലെ ആയിരുന്നു, സുബോധമില്ലാത്തവരായിരുന്നു, അന്യവിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, സത്യദൈവത്തെ അറിയാത്തവരായിരുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു, ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. യഹൂദന്മാരാൽ നിങ്ങൾ പുറജാതിക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. വാഗ്ദത്തത്തിന്റെ നിയമത്തിന് അന്യരും പ്രത്യാശ ഇല്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. ആ കാലത്ത് നിങ്ങൾക്ക് ദൈവമില്ലായിരുന്നു. ജാതികളെപ്പോലെ അന്ധതയിൽ നടന്നവരായിരുന്നു. പുറജാതികളെപ്പോലെ സത്യദൈവത്തെ തിരിച്ചറിയാത്തവരായിരുന്നു. അഗ്രധർമ്മികളെപ്പോലെ സാക്ഷാൽ നിത്യനായ ദൈവത്തെ മനസ്സിലാക്കാത്തവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ആയിരുന്നില്ലേ? നമ്മിൽ പലരും ദൈവത്തെ അറിയാൻ വയ്യായിരുന്നു. ഒരു ദൈവം ഉണ്ടെന്നറിയാൻ വയ്യായിരുന്നു. സ്വർഗമുണ്ടെന്നോ നരകമുണ്ടെന്നോ അറിയാൻ വയ്യായിരുന്നു. ഒരു നിത്യതയുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല. ഇല്ലേ, ചില നമസ്കാരങ്ങൾ ചൊല്ലിയും ചില ചടങ്ങുകൾ ആചരിച്ചും ചില അനുഷ്ഠാനങ്ങൾ മുഴുകിയും ചില അന്ധവിശ്വാസങ്ങൾ കുഴഞ്ഞും ചില അബദ്ധാചാരങ്ങൾ കുടുങ്ങിയും കടന്നിരുന്നൊരു കാലമില്ലയോ നമുക്ക്? എന്നാൽ ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനത്തിലെ അപ്പോസ്തലൻ അങ്ങനെയാണ് പറയുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അന്യജാതിക്കാരായിരുന്നു നമ്മെ, ദൈവമില്ലാത്തവരായിരുന്നു നമ്മെ അവൻ കൊണ്ടുപോയി സ്വർഗത്തിലിരുത്തി. ഭൂമിയിൽ ശരീരം, ആത്മാവ് സ്വർഗത്തിൽ. ഹല്ലേലൂയ. സ്വർഗീയ പൗരത്വം തന്നു, സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. വലിയ സ്നേഹം. മകളെ, നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ആദരവ് കാണിച്ചു. ഈ വിലയില്ലാത്തവളോട് ആദരവ് കാണിച്ചു. വിലയില്ലാത്തവൾ ദൈവത്തിന് സ്തുതി. അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ? നാം വരെയുള്ളവരായിരുന്നു. നോക്കിയാൽ ലജ്ജാകരമായ ജീവിതമല്ലായിരുന്നു നയിച്ചത്. എത്ര ലജ്ജാകരമായിരുന്നു. ചടങ്ങുകൾ ആചരിച്ച് അന്ധവിശ്വാസങ്ങൾ മുഴുകി അബദ്ധാചാരങ്ങളിൽ കുടുങ്ങി, പ്രിയപ്പെട്ടവർ, ചില മാമൂലുകളും ചില പരിചയങ്ങളും ചില പാരമ്പര്യങ്ങളും ഇങ്ങനെല്ലാമായി കുഴഞ്ഞു കൂടിയൊരു ജനം ആയിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ കരുണാസമ്പന്നനായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് പ്രവൃത്തികൾ കാരണമല്ല, കൃപയാൽ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് എന്താണ്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. എങ്ങനെയെല്ലാമാണ് ആദരവ് കാണിച്ചത്? ചില വാക്യങ്ങൾ വായിക്കാം. 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ വായിക്കാം. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടിവെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ബാല്യക്കാർ നിന്നെ
തൊടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല. നീ പാവം അന്യദേശത്ത് നിന്ന് വന്ന ഒരു പാവം പെൺകുട്ടിയുടെ പരിചയമില്ലാത്തവളാണ്. വയലിൽ പരിചയമില്ല, വേലയിൽ പരിചയമില്ല, ഇവിടെ ഈ നാട്ടിൽ പരിചയമില്ല. നീ ഒരു അന്യദേശക്കാരിയാണ്, നീ മോവാബ്യ പെൺകുട്ടിയാണ്. എങ്കിലും എൻ്റെ ബാല്യക്കാരും നിന്നെ തൊടരുത് എന്ന്, നിന്നെ ഒരു ദോഷവും വരുത്തരുത് എന്ന് ഞാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. ഈ ബോവസിൻ്റെ കരുതൽ, ബോവസിന് ഈ രൂത്തിനെക്കുറിച്ചുള്ളതായ കരുതൽ, ബോവസിൻ്റെ കരുതൽ നിന്നെ തുടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത വാക്യം: നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാലിക്കാർ കോരിവെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നിനക്ക് മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയത് നിനക്ക് ഇഷ്ടം പോലെ കുടിക്കാം. അവർ കോരി വെച്ചിട്ടുണ്ട്, അതിൽ നീ കുടിച്ചുകൊള്ളൂ. നിനക്ക് വെള്ളം കോരാൻ പോകാൻ അറിഞ്ഞുകൂടാ, നിനക്കതിനുള്ള പരിചയമില്ല. വെള്ളം കോരി വെച്ചിട്ടുണ്ട്, എൻ്റെ ബാല്യക്കാർ കോരി വെച്ചതിൽ നീ കുടിച്ചുകൊള്ളുക. കരുതലാണ്. വീണ്ടും കാണാം. ദൈവത്തിന് സ്തോത്രം. 15-ാം വാക്യം: അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാലിക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. അവളെ ഉപദ്രവിക്കരുത്, അവളെ തൊടരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. അവൾക്ക് കതിര് പെറുക്കുവാനായി കറ്റകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കതിര് പറിച്ചിട്ട് കൊടുത്തേക്കണം. അവളെ ശകാരിക്കരുത്, ഉപദ്രവിക്കരുത്, അവളെ ശകാരിക്കരുത്, അവളെ തൊടരുത്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകം നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവളെക്കുറിച്ചുള്ള ബോവസിൻ്റെ കരുതൽ. ഇവൾ അന്യജാതിക്കാരിയാണ്, അന്യദേശക്കാരിയാണ്. എന്നാൽ അവളെക്കുറിച്ച് ബോവസിനെ പ്രത്യേക കരുതൽ. അവളെ തൊടരുത്, അവളെ ഉപദ്രവിക്കരുത്, അവളെ ശകാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. നവോമി തൻ്റെ മരുമകളായ രൂത്തിനോട്, മകളെ, വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവൻ്റെ ബാലിക്കാരത്തികളോട് കൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. മകളെ, വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവൻ്റെ ബാല്യക്കാരത്തികളോട് കൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. വേറെ ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കാൻ അവിടെ തന്നെ നീ ഉറച്ചു നിന്നുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു കരുതൽ, ബോവസിൻ്റെ കരുതൽ. കർത്താവിൻ്റെ വേല ചെയ്യാൻ നാം വരുമ്പോട്ടാൽ നമുക്ക് വേണ്ടി കരുതുന്ന യേശു നമ്മെ തൊടാതെ കാത്തുകൊള്ളും, ആരും ഉപദ്രവിക്കാതെ കാത്തുകൊള്ളും. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ച തൂകുന്ന കാറ്റിനെയും രാത്രി സഞ്ചരിക്കുന്ന വചനത്തെയും നീ പേടിക്കേണ്ട. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ച തൂകുന്ന കാറ്റിനെയും രാത്രിയിൽ സഞ്ചരിക്കുന്ന വചനത്തെയും നീ പേടിക്കേണ്ട. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരു സൂര്യദശയും ആദിത്യദശയും നിന്നെ സ്പർശിക്കുകയില്ല. ഒരു രാഹുർദശയും നിന്നെ തൊടുകയില്ല. ഒരു ദശാന്തി ദോഷവും നിന്നെ ബാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കേതുർദശയും നിന്നെ തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ ശനി ദശ നിന്നെ സ്പർശിക്കുകയില്ല. ഏതെല്ലാം ദശാന്ത്യങ്ങൾ വന്നാലും ഒന്നും നിന്നെ തൊടുകയില്ല. എത്ര ഭീകരമായ ശാപഗ്രസ്തമായ സ്ഥലത്ത് കിടക്കേണ്ടി വന്നാലും ഒരു ദോഷം നിനക്ക് ഭവിക്കുകയില്ല. എത്ര പൈശാചിക ഭൂതബാധയുള്ള ഭവനമാണെന്ന് ആളുകൾ പറഞ്ഞാലും നീ പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം നിനക്ക് കൈവശം തന്നാലും ഒന്നും നിന്നെ തൊടുകയില്ല. കൈവശം ദഹിച്ചു പോകും. ആരെല്ലാം നിനക്കെതിരെ മന്ത്രവാദം ചെയ്താലും ഒന്നും നിന്നെ സ്പർശിക്കുകയില്ല. നിനക്കെതിരെ രാഹുകാലത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിനക്കെതിരെ മുഹൂർത്തത്തിനോ ശകുനത്തിനോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ആരുടെയും മന്ത്രവാദ ദോഷങ്ങൾ നിന്നെ തൊടുകയില്ല, നിന്നെ സ്പർശിക്കുകയില്ല. നീ രക്തക്കോട്ടയ്ക്കുള്ളിലായിരിക്കും. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ വലയത്തിനുള്ളിലായിരിക്കും. തിരുരക്തത്താൽ നീ വലയം ചെയ്യപ്പെട്ടതായിരിക്കും. തിരുരക്തത്താൽ നീ ആവരണം ചെയ്യപ്പെട്ടതായിരിക്കും. തിരുരക്തത്താൽ നിന്നെ കവർ ചെയ്ത് അവൻ നിന്നെ പരിപാലിക്കും. തിരുരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ അവൻ നിന്നെ സംരക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതൻ്റെ മറവിൽ നീ മറയും, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ നീ പാർക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതൻ്റെ 91 സംഗീതം വായിക്കൂ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നു, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നു. യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. സങ്കീർത്തനക്കാരൻ പിന്നെ പറയും, 18-ാം സങ്കീർത്തനത്തിൽ പറയും, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടി വിറച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കാക്കാൻ, എന്നെ കരുതാൻ സർവ്വവല്ലഭനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം എത്ര സുരക്ഷിതരാണ്, നാം എത്ര ഭാഗ്യശാലികളാണ്. മകളെ, പെറുക്കാൻ വേറെ വഴിയിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട.
നിന്നെ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ശകാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കുടിക്കാൻ തന്നുകൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ടി കോരി വെച്ചുകൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കാര്യം പ്രതി അന്വേഷിച്ചുകൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ സഹായിച്ചുകൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ടി കതിര് ഊർത്തി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കരുതും ദൈവം, കാക്കും ദൈവം. ദൈവമക്കൾക്കുള്ള പദവി എന്താണ്? ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. എന്താണ്? ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്വർഗത്തിലെ ദൈവം എല്ലാം കരുതുന്നു. യഹോവയിരേ, കരുതുന്ന ദൈവം, കാക്കും ദൈവം, സൂക്ഷിക്കുന്ന ദൈവം. ഗോഡ് കെയർസ് ആൻഡ് ഗോഡ് സീസ്. ദൈവം കാണുന്നു, ദൈവം കരുതുന്നു. ഗോഡ് സീസ് ആൻഡ് ഗോഡ് കെയർസ്. ദൈവം കരുതുന്നു. യഹോവ ഇരേ, കരുതുന്ന ദൈവം, കാക്കും ദൈവം, പരിപാലിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. 116 സങ്കീർത്തനം 1 വാക്യം ഒന്ന് വായിക്കൂ. 116 സങ്കീർത്തനം 1 വാക്യം മുതൽ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവന് വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണത്തിന്റെ കയറുകൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, പാതാളത്തിന്റെ അതിവേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാം വിളിച്ചപേക്ഷിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. സ്തോത്രം. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വായിക്കുമ്പോൾ കാണാം, അവൻ്റെ ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, അവൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, അവൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് അവൻ രക്ഷിച്ചിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാര്യം അന്വേഷിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അപ്പനില്ലാതെ വളർന്നു വന്നൊരു മോനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ മാനസാന്തരപ്പെടുന്ന വരെ നിരാശയിലായിരുന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ ആരും ഇല്ലാത്തവനല്ലേ, ഞാൻ അഗതിയല്ലേ, ഞാൻ അനാഥനല്ലേ എന്നുള്ള ചിന്ത. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ദിവസം ദൈവത്തിൻ്റെ വചനം കേട്ടു. ഞങ്ങളുടെ ഇടവ പള്ളിയിൽ വെച്ചാണ് കേട്ടത്. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഈ ദേവാലയത്തിൽ പുറമേ പാവമൊന്നുമില്ലാത്തവരുണ്ട്. ഈ ദേവാലയത്തിൽ നിന്ന് വന്നിരിക്കുന്നതിൽ പുറമേ പാവമില്ല, പക്ഷേ അകം ചീഞ്ഞിരിക്കുന്നു. ലാസറിൻ്റെ കല്ലറ പോലെ തന്നെ. കല്ലറയ്ക്ക് പുറമേ അശുദ്ധിയില്ല, കല്ലറയ്ക്ക് പുറമേ ദുർഗന്ധമില്ല. ഇവിടെ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന ചിലർ കല്ലറയ്ക്ക് പുറമേ ദുർഗന്ധമില്ലാത്തതുപോലെ പുറമേ പാവമൊന്നുമില്ല. മദ്യപാനമില്ല, പുകവലിയില്ല, ചീട്ടുകളിയില്ല, ദുർവൃത്തികളൊന്നുമില്ല, ദുർനടപ്പുകളില്ല, അരുതാത്ത ജീവിതമില്ല, അരുതാത്ത കൂട്ടുകെട്ടില്ല, സിനിമയില്ല, അശുദ്ധ ചിത്രങ്ങളില്ല. വളരെ മര്യാദയായി ജീവിക്കുന്നു. 2 നേരം നമസ്കാരമുണ്ട്. പള്ളി ഒരു ഞായറാഴ്ച മുടക്കുകയില്ല. വളരെ പുറമേ ഭക്തിയുള്ളവരാണ്, പുറമേ നല്ലവരാണ്. എന്നാൽ അകം ചീഞ്ഞിരിക്കും ദുർഗന്ധം. അത് പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ തൊട്ടു. എന്നിട്ട് ഞാൻ തന്നെത്താൻ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു, കർത്താവ്, ഇതെൻ്റെ കാര്യമാണല്ലോ, ഇതെൻ്റെ അവസ്ഥയാണല്ലോ. പുറമേ പാവമൊന്നും വന്നില്ല, പക്ഷേ അകം ദുർഗന്ധമുള്ളത്, അകത്ത് തിന്മ. കർത്താവേ, അന്ന് ലാസറിനെ ഉയർപ്പിച്ചതുപോലെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്ന് ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് അതിപ്പോഴെൻ്റെ മനസ്സിലുണ്ട്, ദൈവമേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന്. അന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വെച്ച്, പള്ളി അകത്ത് വെച്ച് ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു, ദൈവമേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാഥനായി വന്നു, യേശുവിൻ്റെ രക്ഷകർത്താവായി വന്നു, ഞാൻ അപ്പനുള്ള മകനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കാര്യം നോക്കാൻ ഒരുവനുണ്ടായി, ജീവനുള്ള ക്രിസ്തുവായിരുന്നു. എൻ്റെ കാര്യം അന്വേഷിക്കാൻ ഒരാളിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു, അത് കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ള വാക്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എല്ലാം വിശ്വസിപ്പീൻ എന്ന് കർത്താവ് അന്ന് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. യേശു കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് കിട്ടി. അന്നു മുതൽ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് അനുഭവിച്ചുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങളെ കാക്കുവാൻ മതിയായവനായ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാൻ മതിയായ
നിങ്ങളുടേവനായ, നിങ്ങളെ പരിപാലിക്കുന്നവനായ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിളിക്കാൻ തോന്നുന്നുണ്ടോ? ക്രിസ്തുവിനെ നിങ്ങൾ ക്ഷണിക്കാൻ തോന്നുന്നുണ്ടോ? ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയം തുറക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിലിപ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. യേശു ക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ വന്ന്, നിങ്ങളുടെ അരികത്ത് വന്ന് ഇപ്പോൾ നിങ്ങളെ തൊടും. യേശു ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഇന്നു മുതൽ പാപമില്ലാത്ത ജീവിതം ഞാൻ നയിക്കും. ഇന്നു മുതൽ അശുദ്ധി തൊടാതെ ഞാൻ ജീവിക്കും. ഇതുവരെ വന്നുപോയ പഴയ ജീവിതത്തോട് യാത്ര പറഞ്ഞ് ഇന്നു മുതൽ വിലയുള്ള ജീവിതം ഞാൻ നയിക്കും. ദൈവത്തോട് വാക്ക് പറയുവീൻ, പാപത്തെ ഉപേക്ഷിപ്പീൻ, പാപജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശുദ്ധ ജീവിതം തുടങ്ങുവീൻ. ദൈവത്തിന് സ്തോത്രം. ഈ ബോവസ് രൂത്തിൻ്റെ പരിപാലകനായി മാറി. ബോവസ് രൂത്തിലെല്ലാ അനുഗ്രഹങ്ങളും പകർന്നു. ബോവസ് തീരുമാനിച്ചു അവൾക്കൊരു ദോഷവും വരരുത് എന്ന്. മോവാബ്യ സ്ത്രീയായ രൂത്തിനോട് നവമി പറയുകയാണ്, 22-ാം വാക്യം. നവോമി തൻ്റെ മരുമകളായ രൂത്തിനോട്, മകളെ, വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവൻ്റെ ബാല്യക്കാരത്തികളോട് കൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. മകളെ, വേറൊരു വയലിലേക്ക് പോയാൽ ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചേക്കും. അവിടെ പലരും നിന്നെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചേക്കും, ഏതെങ്കിലും തരത്തിൽ പ്രയാസം വരുത്തിയേക്കും. മോളെ, അതുകൊണ്ട് വേറൊരു വയലിലേക്ക് പോകണ്ട. നീ ഇവിടെ തന്നെ, ഇപ്പോൾ ഈ ബോവസിൻ്റെ വയലിൽ തന്നെ അവിടെ ദൃഷ്ടി വെച്ച്, ആ വയലിൽ ദൃഷ്ടി വെച്ച് ആ ബാല്യക്കാരോട് ചേർന്ന് നടന്നു കൊള്ളുക. ബോവസിൻ്റെ ബാല്യക്കാരോട് അവരോട് ചേർന്ന് നടന്നു കൊള്ളുക. ബോവസിൻ്റെ ബാല്യക്കാരത്തികളോട് കൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതെന്താണ് കാരണം അത് തൊട്ട് മുമ്പ് നമുക്ക് വായിക്കാം, 20-ാം വാക്യം മുതൽ. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും, ഈ ബോവസ് നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും ആകുന്നു എന്ന്. സ്തോത്രം. വീണ്ടെടുപ്പുകാരനാണ് ബോവസ്. അവൻ നമുക്ക് അടുത്ത ചാർച്ചക്കാരനാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് വീണ്ടെടുപ്പ്? വീണ്ടെടുപ്പ് എന്താണ്? പിശാചിൻ്റെ സ്വത്ത്. എന്നാൽ യേശുക്രിസ്തു വില കൊടുത്ത് അത് വാങ്ങി. യേശുക്രിസ്തു വീണ്ടെടുത്തു. യേശുക്രിസ്തുവിൻ്റേതായിരുന്നു. യേശുക്രിസ്തുവിന് സ്വന്തമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കൈപ്പണിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സൃഷ്ടിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കൈപ്പണിയായി നാം ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ അന്യൻ വന്ന് കൈവശമാക്കി, അന്യൻ വന്ന് സ്വന്തമാക്കി. നമ്മുടെ പാപം മൂലം അന്യൻ നമ്മിൽ അവകാശം പറഞ്ഞു. നമ്മുടെ പാപം മൂലം പാപത്തിന് അധിപതിയായ പിശാച് നമ്മെ സ്വന്തമാക്കി. അവൻ നമ്മെ ജയിലിലാക്കി. അവൻ്റെ കാരാഗ്രഹത്തിൽ നമ്മെ ബന്ധിച്ചിട്ടു. സാത്താൻ്റെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ടു. പാപത്തിൻ്റെ ചങ്ങലയാൽ നമ്മെ കുടുക്കി. നമ്മുടെ പാപത്തിൻ്റെ ചങ്ങലയിൽ പിശാച് നമ്മെ കുടുക്കിയിട്ടു. നാം അങ്ങനെ പിശാചിൻ്റെ വകയായി തീർന്നു. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, ദേഹവും ദേഹിയും ആത്മാവും മുഴുവൻ സാത്താൻ്റെ വകയായി തീർന്നു. നമ്മുടെ മേൽ പിശാച് അവകാശം പറഞ്ഞു. അവൻ നമ്മുടെ പാപം മൂലമാണ് നമ്മെ ബന്ധിച്ചത്. നമ്മുടെ പാപം മൂലം സാത്താൻ നമ്മെ ബന്ധിച്ചു. പ്രിയപ്പെട്ടവരെ, നാം സാത്താൻ്റെ വകയായി തീർന്നു. നമ്മിൽ പിശാചവൻ്റെ പ്രവൃത്തി ചെയ്തു. നാം ഒരു കൃഷി സ്ഥലമാണെന്നിരിക്കട്ടെ, നാം ഒരു പറമ്പാണെന്നിരിക്കട്ടെ, പറമ്പ് ഒരാൾ വാങ്ങിച്ചാൽ ആ ആൾ അവൻ സ്വന്തമാക്കിയാൽ സ്വന്തം പറമ്പിൽ അവൻ കൃഷി ചെയ്യും. അവിടെ വാഴ വയ്ക്കാം, അവന് തെങ്ങും തൈ നടാം, അവന് അവിടെ കപ്പ നടാം, എന്തെല്ലാം ചെയ്യാം. പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പിശാച് എൻ്റെ പാപം മൂലം എന്നെ സ്വന്തമാക്കിയപ്പോൾ അവൻ എന്നിൽ അവൻ്റെ പ്രവൃത്തികൾ ചെയ്തു. അവൻ എന്നിൽ കൃഷി ചെയ്തു. എന്തെല്ലാം കൃഷിയുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. പിശാചിൻ്റെ വകയായിരുന്നപ്പോൾ എന്നിൽ നടന്ന കൃഷിയുണ്ട്. അവൻ എന്തെല്ലാം ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി ഉണ്ടായി. ദുഷ്കാമം വന്നു. വിഗ്രഹാരാധന ഉണ്ടായി. ആഭിചാരം, മന്ത്രവാദം ഉണ്ടായി. പകയുണ്ടായി. പിണക്കം ഉണ്ടായി. ജാരശങ്ക, സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അന്യജടത്തിലേക്ക് മോഹിച്ചു എന്ന് വെറുതെ സംശയം തോന്നുന്നു. ജാരശങ്ക ഉണ്ടായി. ക്രോധമുണ്ടായി. ശാഠ്യമുണ്ടായി. രണ്ട് പക്ഷമുണ്ടായി. ഭിന്നതയുണ്ടായി. അസൂയയുണ്ടായി. മദ്യപാനം ഉണ്ടായി. വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. വെറിക്കൂത്ത്, ദുർനടപടികൾ, വെറിക്കൂത്ത്, ചീട്ടുകളി, ഗാംബ്ലിങ്സ്, വിവിധങ്ങളായ വെറിക്കൂത്തുകൾ, സിനിമ, മ്ലേച്ഛ ചിത്രങ്ങൾ, വെറിക്കൂത്തുകളുണ്ടായി. ദൈവത്തിന് സ്തോത്രം. കുതിരപ്പന്തയങ്ങൾ, ഗാംബ്ലിങ്സ് എല്ലാം ഉണ്ടായി. ഇതെല്ലാം പിശാച് എന്നിൽ ചെയ്ത പ്രവൃത്തികളാണ്. അവൻ എന്നിൽ കൊയ്തെടുത്ത ഫലങ്ങളാണ്. അവൻ്റെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചതാണ് ഇതെല്ലാം. എന്നാൽ യേശുക്രിസ്തു എന്നെ വിലയ്ക്ക് വാങ്ങി.
യേശു ക്രിസ്തു എന്നെ വിലയ്ക്ക് വാങ്ങുവാൻ പിശാചിന് കൊടുത്ത വില തൻ്റെ തന്നെ ശരീരമാണ്, തൻ്റെ തന്നെ ആത്മാവാണ്, തൻ്റെ തന്നെ ജീവനാണ്, തൻ്റെ രക്തമാണ് കൊടുത്തത്. യേശു ക്രിസ്തു രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി, നമ്മെ ഓരോരുത്തരെയും യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. അതാണ് പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി. അവൻ കൊടുത്ത വില തൻ്റെ രക്തമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം വിലയായിട്ട് കൊടുത്തു. അങ്ങനെ യേശു കുരിശിൽ മരിച്ചു. എന്നിട്ടോ നമ്മെ യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയാൽ യേശു ക്രിസ്തുവിന് കൃഷി ചെയ്യാമല്ലോ. ഇത്രയും കാലം വേറൊരാൾ കൃഷി ചെയ്തിരുന്നു, അവൻ ഫലമെടുത്തിരുന്നു. ഇനി മുതൽ യേശുവിന് വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് യേശു കൃഷി തുടങ്ങി. അപ്പോൾ പിന്നെ ഉണ്ടായ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഗലാത്യർ 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം കൊയ്യാൻ തുടങ്ങി. സന്തോഷം ഫലം ഉണ്ടായി. സമാധാനം ഉണ്ടായി. ഫലം ദീർഘക്ഷമ ഉണ്ടായി. ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം അവയവങ്ങളുടെ മേൽ നിയന്ത്രണം ഇന്ദ്രിയജയം. ഇങ്ങനെ 9 കൂട്ടം ഫലങ്ങൾ യേശുക്രിസ്തുവോട് ഉൽപ്പാദിപ്പിച്ചു. ദൂഷിച്ച നടപടികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് സംബന്ധമായി ആത്മാവിൻ്റെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി തീർന്നു. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ വകയായി തീർന്നു. ക്രിസ്തുവിന് വേണ്ടി ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് വീണ്ടെടുപ്പുകാരൻ ചെയ്തത്. നമ്മെ അവൻ വീണ്ടെടുത്തു. സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ വീണ്ടെടുപ്പ് അനുഭവമായോ? നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വകയായി തീർന്നോ? യേശുക്രിസ്തുവാണോ നിങ്ങൾ കൃഷി ചെയ്യുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ആത്മാവിൽ കൃഷി ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ ആളത്വത്തിൽ ഇപ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നത് ആരാണ്? ചിന്തിക്കൂ. ഇപ്പോഴും കോപം വരുന്നുണ്ടോ? ഇപ്പോഴും വഴക്ക് വരുന്നുണ്ടോ? ഇപ്പോഴും ചീത്ത പടങ്ങൾ വരുന്നുണ്ടോ? ഇപ്പോൾ അശുദ്ധ ബന്ധങ്ങൾ പുലർത്തുന്നുണ്ടോ? ഇപ്പോൾ അരുതാത്ത വഴികൾ നടക്കുന്നുണ്ടോ? ഇപ്പോഴും മദ്യപാനത്തിന് അടിമയാണോ? ഇപ്പോഴും ദുശ്ശീലങ്ങൾ നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നുവോ? ഇപ്പോഴും കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നുവോ? മകളെ, നിൻ്റെ ജീവിതം ഇന്നും ഏറ്റവും ഹീനമായ അഴുക്കായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നുവോ? മകനെ, നിൻ്റെ ജീവിതം നീയെ മദ്യവെച്ച് ലക്കില്ലാതെ വന്ന് നീ അന്യസ്ത്രീയുടെ കൂടെ ജീവിച്ച് നിൻ്റെ ഭാര്യയെ മർദ്ദിച്ച് അവശയാക്കി കുടുംബം മുടിച്ചുകൊണ്ടിരിക്കുകയാണോ? നിൻ്റെ ഭാര്യയെ നീ ഉപദ്രവിക്കുകയാണോ? നിൻ്റെ മക്കളെ നീ നശിപ്പിക്കുകയാണോ? ഭാവി തലമുറയെ നീ മുടിച്ചു കളയുകയാണോ? ചിന്തിക്കൂ. ഏതാണ് നിന്നിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫലം? നീ പിശാചിൻ്റെ വകയാണോ അതോ ക്രിസ്തുവിൻ്റെ വകയാണോ? ക്രിസ്തു നിന്നെ വിലയ്ക്ക് വാങ്ങി, തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. നീ അത് വിശ്വസിക്കുമ്പോൾ നിനക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കുന്നു. യേശുവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിനോട് വാക്ക് പറയൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിനെ നിങ്ങളുടെ നാഥനും കർത്താവുമായി സ്വീകരിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് അനുഭവിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരണം അനുഭവിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നിങ്ങൾ യേശുവിൻ്റെ വകയായി തീരൂ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ, കുറ്റമില്ലാത്ത രക്തത്താൽ പാപങ്ങൾ കഴുകപ്പെട്ട ഭാഗ്യാവസ്ഥയിലേക്ക് വരൂ. നിത്യജീവൻ അവകാശമാക്കൂ. ഇന്ന് മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് സമ്പാദിക്കൂ. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നുള്ള ആ ഭാഗ്യകരമായ മരണത്തിനുള്ളതായ ഒരുക്കം നിങ്ങൾ സമ്പാദിക്കൂ. യേശു ക്രിസ്തുവിനെ നിങ്ങൾ കർത്താവ് രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ എന്നെ വീണ്ടെടുക്കുവാൻ കുരിശിൽ തിരുരക്തം ചിന്തിയതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിൻ്റെ വാക്ക് പറയൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ. യേശുവിനായി ഹൃദയം തുറക്കൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും വീണ്ടെടുക്കണമേ, എല്ലാവരെയും തിരുരക്തത്താൽ പൊതിയണമേ, എല്ലാവരെയും കൃപയിൽ എൻ്റെ കരുണയുള്ള കർത്താവ് പരിപാലിച്ച് സംരക്ഷിക്കണമേ. കർത്താവേ, അവിടുത്തെ 2ാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.